ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന്റെ കരട് തയ്യാറായി എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. ബില്ല് നാളെ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യാൻ പോവുകയാണ്. സർക്കാർ സർവകക്ഷി യോഗം വിളിക്കും. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചതാണ്. അതേസമയം സർക്കാർ നീക്കത്തെ ശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷ എംപിമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് ആദ്യം പ്രതികരണങ്ങളിലേക്ക് പോകാം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഈ രാജ്യം നടക്കില്ലെന്ന് ഞങ്ങൾ എന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നാളെയും പറയും. അതെങ്ങനെ നടക്കും? ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നിട്ട് അത് അവർക്ക് പിന്മാറേണ്ടി വരും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യ പോലൊരു രാജ്യത്ത് ശാശ്വതമാകില്ല, യാഥാർത്ഥ്യമാകില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് ഒന്നടങ്കം പറയുകയാണ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതൊരു ഒരു ഒരു തുക്ലക് പരിഷ്കാരമായി മാത്രമേ അത് മാറത്തുള്ളൂ. അല്ല, രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അതിന് സുഗമമായ വഴികളാണ് ആലോചിക്കുന്നത്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അവസാനത്തെ 15 മിനിറ്റ് 75 ലക്ഷം വോട്ട് എങ്ങനെ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ? നമ്മുടെ രാജ്യത്ത് BJPയുടെ ഒരു പൊളിറ്റിക്കൽ RSSന്റെ പൊളിറ്റിക്കൽ പാക്കേജാണത്. ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം, എല്ലാം ഏകശിലാത്മകമായ ഒരു രാഷ്ട്രത്തെ അവർ നിർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അത് RSSന്റെ അജണ്ടയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുക, അതാണ് ഭാഷ. ഒരു ഭാഷ ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നു, വ്യത്യസ്ത ഭാഷകൾ ഇല്ലാതാക്കാൻ നോക്കുന്നു. ഏകശിലാത്മകമായ രാഷ്ട്ര നിർമ്മിതിയുടെ ഭാഗമായിട്ടായിരുന്നു GST, വൺ ഇന്ത്യ വൺ ടാക്സ്, എല്ലാം മാറ്റാണ്. നമ്മുടെ ആസൂത്രണ കമ്മീഷനെ ഇല്ലാതാക്കുന്നു, നീതി ആയോഗിലേക്ക് മാറുന്നു. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ ഓഫ് ദി പവർ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനെതിരായിട്ട് വളരെ കൃത്യമായി ഒരു സെൻട്രലൈസേഷൻ ഓഫ് ദി പവർ, അധികാരത്തിൻ്റെ കേന്ദ്രീകരണം, ഇത് RSSന്റെ പൊളിറ്റിക്കൽ അജണ്ടയാണ്. അതിൻ്റെ ഭാഗമാണ് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഇക്കാര്യത്തിൽ ഉണ്ടാകും. നടക്കും എനിക്ക് തോന്നുന്നില്ല. നടക്കുന്ന ഒത്തിരി നടപടിക്രമങ്ങളുണ്ട്, പക്ഷേ ആ നടപടിക്രമങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് പാർട്ടി അതിനെക്കുറിച്ച് AICC എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഇന്ത്യ മുന്നണി വളരെ ശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു ഫെഡറൽ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് സാധ്യമാകുന്നതല്ല. ബഹുസ്വരതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇന്ത്യൻ ഫെഡറൽ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തി ഏകത്വത്തിലേക്ക് കൊണ്ടുപോകാനുള്ള BJP ഗവൺമെൻറ്റിൻ്റെ ബോധപൂർവമായിട്ടുള്ള നീക്കമാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ളത്. അതിശക്തമായി തന്നെ എതിർക്കും. 18 ഭരണഘടനാ ഭേദഗതികളാണ് അതിനാവശ്യമായിട്ടുള്ളത്. ആ ഭരണഘടനാ ഭേദഗതികൾ പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം ഇന്ന് ഗവൺമെൻറ്റിന് രാജ്യസഭയിലും ലോക്സഭയിലും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എംപിമാർ റിപ്പോർട്ടറിനോട് മനസ്സ് തുറന്നത് നമ്മൾ കേട്ടല്ലോ. ഇനി ദില്ലിയിൽ നിന്ന് PR സുനിലും ആദിൽ പാലോടും നമുക്കൊപ്പം എത്തുകയാണ്. ഗുഡ് ഈവനിംഗ് ഗൈസ്. ആദ്യം PR സുനിലേക്ക്. PR സുനിൽ, NDA സർക്കാർ, ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴേ തുടങ്ങിയതാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിനായിട്ടുള്ള നീക്കങ്ങൾ. അതിപ്പോൾ 3ാം ടേമിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ആ വിഷയത്തിൽ അവർ ശക്തമായ നടപടികളിലേക്ക് കടക്കാനുള്ള നീക്കങ്ങളാണോ ഇപ്പോൾ നടത്തുന്നത്? സുജയ, ഗുഡ് ഈവനിങ്. ഏതായാലും കേന്ദ്ര സർക്കാർ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നടപടിയിലേക്ക് നീങ്ങുകയാണ്. അതിൻ്റെ ആദ്യ സൂചന എന്നോണം ഇപ്പോൾ പുറത്തു വരുന്നത് കേന്ദ്ര നിയമ മന്ത്രാലയം പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള ബില്ലിന്റെ കരട് തയ്യാറാക്കി എന്നതാണ്. ഈ കരട് നാളെ കേന്ദ്രമന്ത്രിസഭയിൽ വരും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. നാളെ കേന്ദ്രമന്ത്രിസഭ ബില്ലിന്റെ കരട് അംഗീകരിക്കുകയാണെങ്കിൽ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനുള്ള ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കും. അത് ഈ സമ്മേളനത്തിൽ തന്നെ പാസ്സാക്കാനുള്ള നീക്കം ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. അതിനൊരുപാട് നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി വേണം, നിയമ ഭേദഗതി വേണം. അപ്പോൾ ഒന്നിലധികം ബില്ലുകൾ കേന്ദ്ര സർക്കാരിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കേണ്ടി വരും. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ എന്നത് ഈ ബില്ലുകൾ സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതിയിലേക്ക് വിടും. ആ സമിതിയുടെ പരിഗണനയ്ക്ക് ശേഷം ആ സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഒരു സർവകക്ഷി യോഗം വിളിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും അതിനെല്ലാം ശേഷം മാത്രമേ ഈ ബില്ല് പാസ്സാക്കുന്ന നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോവുകയുള്ളൂ. ഏതായാലും പ്രതിപക്ഷം ഈ ബില്ലിനെ ശക്തമായി എതിർക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കാൻ ആകില്ല എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. ഇതൊരു ഫെഡറൽ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ഒരുപാട് ഈ ഒരു രാജ്യത്ത് ഇത്തരം ഒരു സംവിധാനം കൊണ്ടുവരുന്നത് പ്രായോഗികമല്ല എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കും എന്നതായിരിക്കും കേന്ദ്ര സർക്കാരിന് മുന്നിലെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. ഏതായാലും സർവകക്ഷി യോഗം വിളിച്ച് ഇക്കാര്യത്തിൽ സമവായം ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഒരു നീണ്ട നടപടിക്രമമായിരിക്കും ഇത് നടപ്പാക്കുക എന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്.
ഓക്കെ, പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. ഇരുസഭകളിലും കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിലും 2/3 ഭൂരിപക്ഷം ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നിൽക്കുമ്പോഴാണ് ആദിൽ പാലോട്, ഗുഡ് ഈവനിംഗ്. പ്രതിപക്ഷം കടുപ്പിച്ച് തന്നെ ഈ വിഷയത്തിൽ എതിർക്കുമെന്ന കേരളത്തിൽ നിന്നുള്ള എംപിമാരൊക്കെ റിപ്പോർട്ടറിനോട് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധം ഏതു തരത്തിലായിരിക്കും? ഉറപ്പായും ആദ്യഘട്ടത്തിൽ തന്നെ കരുതുന്നത് സുജയ പറയുന്നത് പോലെ ഈ അംഗസംഖ്യയൊക്കെ പരിഗണിക്കുമ്പോൾ 2/3 ഭൂരിപക്ഷമാണ് പല ബില്ലുകളും പാസ്സാക്കാൻ ഭരണഘടനാപരമായ ഭേദഗതികൾക്കൊക്കെ വേണ്ടത്. അത് സാധിക്കില്ല എന്നാണ് പ്രതിപക്ഷം ആദ്യഘട്ടത്തിൽ കരുതുന്നത്. പക്ഷേ ഈ ഒരു നീക്കം അത് വൈവിധ്യങ്ങളുടെ ഇല്ലായ്മ, അത് വൈവിധ്യങ്ങളൊക്കെ മാറ്റി ഏകശിലാത്മകമായൊരു രാഷ്ട്രം സ്ഥാപിക്കാനുള്ള നീക്കമാണ്. ഇത് RSSന്റെ അജണ്ടയാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ അതിനെ എതിർത്ത് പോവുക എന്ന നിലപാടാണ് പ്രതിപക്ഷം മുന്നിൽ കാണുക എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ പ്രതികരിച്ച കോൺഗ്രസ് എംപിമാരുടെയും കേരളത്തിൽ നിന്നുള്ള മറ്റ് എംപിമാരുടെയും എല്ലാം പ്രതികരണത്തിൽ അത് വ്യക്തമാണ്. തുഗ്ലക് പരിഷ്കാരമാണെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത്. കൃത്യമാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ആ നിലയിൽ എ റഹീം പറയുന്നതാകട്ടെ RSSന്റെ അജണ്ട കൃത്യമായി നടപ്പാക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ ഈ നടപടികളിലൂടെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഈ നിലയിലുള്ള പ്രതിഷേധങ്ങളുണ്ട്. ഇപ്പോഴുള്ള നടപടിക്രമങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പോഴുള്ള അംഗബലം അനുസരിച്ച് ഒരിക്കലും സുഗമമായി ഈ കടമ്പകൾ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയായി കൊണ്ടുവരാനുള്ള സാധ്യത പ്രതിപക്ഷം കാണുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ തുടക്കം മുതൽ എതിർക്കാനുള്ള നീക്കവുമുണ്ട്. ഇതിനോടൊപ്പം ചില പ്രാദേശിക കക്ഷികളെ കൂടി കൂട്ടിയാൽ, ഒപ്പം ചേർത്താൽ ഈ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാമെന്ന് കരുതുന്നുണ്ട്. PR സുനിൽ പറഞ്ഞതുപോലെ ഏറ്റവും കുറഞ്ഞത് 6 ബില്ലുകൾ വേണ്ടിവരും. നിരവധി നിയമ ഭേദഗതികളുണ്ട്. 6 ബില്ലുകൾ ചുരുങ്ങിയത് വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ഇത് കൊണ്ടുവന്നാൽ DMK അടക്കമുള്ള ചില പ്രധാനപ്പെട്ട കക്ഷികളെ, TMC അടക്കമുള്ളവരുമായി ചർച്ചകൾ നടത്താൻ നേരത്തെ അമിത്ഷാ അടക്കമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരെ മന്ത്രിസഭായോഗം നിയോഗിച്ചു എന്നൊരു സൂചനയും വാർത്തയും ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു അനുനയ ചർച്ച, ഉഭയകക്ഷി ചർച്ചകളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെങ്ങനെയും കൊണ്ടുവരിക എന്നത് BJP ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. BJP അധികാരത്തിലെത്തിയപ്പോൾ 2014 മുതൽ പറയുന്ന തീരുമാനമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. പക്ഷേ പ്രാദേശിക കക്ഷികൾ ഇതിനൊപ്പം ചേരുമോ എന്നുള്ള ചോദ്യമുണ്ട്. അതിനുള്ള അനുനയ ചർച്ചകൾ തുടങ്ങാനുള്ള നീക്കവും BJPക്കുള്ളിലുണ്ട്, കേന്ദ്ര സർക്കാരിലുണ്ട്. ഇനി എന്താകും എന്നതാണ് ചോദ്യം. അപ്പോഴും വലിയ തോതിലുള്ള പ്രതിഷേധം തുടക്കം മുതൽ ഉയർത്താനുള്ള തീരുമാനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. സുജയ. ഓക്കെ, ആദിൽ പാലോടും PR സുനിലുമാണ് വിവരങ്ങൾ നൽകിയത്. തുഗ്ലക് പരിഷ്കാരം എന്ന കൊടിക്കുന്നിൽ സുരേഷ് MP റിപ്പോർട്ടറിനോട് പറഞ്ഞതുപോലെ ഈ പരിഷ്കാരത്തിനെതിരായ പ്രതിഷേധം കോൺഗ്രസും ഒപ്പം പ്രതിപക്ഷ കക്ഷികളും കടുപ്പിക്കും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ.